വീട് പണിക്ക് റെഡിമിക്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. സാധാരണ വീടുകൾക്ക് M20 M25 മതിയാകും. ഒരുപാട് ബീമുകളും സ്പാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം M25 മതിയാകും, അല്ലെങ്കിൽ M20 ആണ് നല്ലത്. കനം കുറഞ്ഞ സ്ലാബുകളോ അല്ലെങ്കിൽ ചൂട് മൂലം എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയുള്ള സ്ലാബുകളോ ആണെങ്കിൽ ഫൈബർ മിക്സ് ചെയ്യാൻ പറയാം. കളർ കോൺക്രീറ്റ്, വെയിറ്റ് കുറയുന്നതിനുള്ള കോൺക്രീറ്റ്, അതുപോലെ ഫാസ്റ്റ് ക്യൂറിങ് കോൺക്രീറ്റ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവരുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഷട്ടറിംഗ് വർക്ക് കഴിഞ്ഞാൽ അവരോട് വന്ന് അളവെടുത്ത് എത്ര ക്വാണ്ടിറ്റി കോൺക്രീറ്റ് വേണമെന്ന് ചോദിക്കുന്നതോടൊപ്പം നമ്മുടെ ഭാഗത്തു നിന്നും അളവെടുത്ത് ആ ക്വാണ്ടിറ്റിയിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് വ്യക്തത വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, അവരുടെ വാഹനം വന്ന് നിർത്താനും പമ്പിങ്ങിൻ്റെ മെഷീൻ നിർത്താനുമെല്ലാമുള്ള സൗകര്യം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. നാലാമത്തെ കാര്യം, എപ്പോഴും കോൺക്രീറ്റിൻ്റെ അളവിനേക്കാൾ കൂടുതൽ ഒരു 1/2 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് എക്സ്ട്രാ പറയേണ്ടി വരും. അത് പമ്പിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ കൂടുതൽ വരുന്ന കോൺക്രീറ്റ് നമുക്ക് എന്തെങ്കിലും സ്ലാബുകൾ ഉണ്ടാക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ സ്ലാബുകളുടെ വർക്ക് മുൻകൂട്ടി ചെയ്യേണ്ടതാണ്. അതിൻ്റെ കമ്പി കെട്ടലും മറ്റ് ഫ്രെയിം വർക്ക് ആദ്യമേ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കണം. അതല്ല എങ്കിൽ ബാലൻസ് വരുന്ന ഈ കോൺക്രീറ്റ് നമ്മുടെ മുകളിലേക്ക് തന്നെ പണിക്കാരോട് എടുക്കാനും അവിടെ അത് സ്പ്രെഡ് ചെയ്യാനും വേണ്ട കാര്യങ്ങൾ പണിക്കാരോട് മുൻകൂട്ടി പറഞ്ഞു വെക്കണം. പമ്പിലേക്ക് പറഞ്ഞ അഡീഷണൽ കോൺക്രീറ്റ് നമ്മൾ തിരിച്ച് സ്ലാബിലേക്ക് മാനുവലായി കയറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ടോട്ടൽ അളവിൽ 1/2 ക്യൂബിക് മീറ്റർ കൂട്ടി പറയേണ്ടത് അത്യാവശ്യമാണ്. അഞ്ചാമതായി, ടൈം തിരഞ്ഞെടുക്കുക. പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ എപ്പോൾ വേണമെങ്കിലും അവർ കോൺക്രീറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് ശേഷമുള്ള 3 മണി മുതലുള്ള ടൈമാണ് റെഡിമിക്സിന് ഏറ്റവും നല്ലത്. ആ ടൈം നമ്മുടെ പണിക്കാരോട് മുൻകൂട്ടി പറഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ ലേറ്റാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ പുലർച്ചെയാണെങ്കിൽ ആ ടൈമിന് പണിക്കാർക്ക് വരേണ്ടതുണ്ട്. ആറാമതായി, 2 വൈബ്രേറ്ററെങ്കിലും അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ഫ്യൂവലും ഒന്ന് ഇലക്ട്രിക്കലും. എന്തെങ്കിലും കറണ്ട് പോവുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ കോൺക്രീറ്റിന് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏഴാമത്തെ കാര്യം, ഒരു ട്രിപ്പ് വണ്ടിയിൽ 7.5 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ആണ് ഉൾക്കൊള്ളാനാവുക. ഓരോ വണ്ടിയിലെയും സാമ്പിൾ എടുത്ത് ക്യൂബ് ഉണ്ടാക്കണം. മാത്രമല്ല ഓരോ ട്രിപ്പിലും സ്ലം ടെസ്റ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. എട്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അതിൻ്റെ മുകളിൽ ഒരു പോളിത്തീൻ ഷീറ്റ് ഇടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ലെവൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഷീറ്റ് ഇടാനായിട്ട് മറക്കരുത്. കാരണം ഒരു 6 മണിക്കൂറെങ്കിലും ഷീറ്റ് ഇട്ട് മൂടണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഈ ആദ്യത്തെ 6 മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കറക്റ്റായി നടക്കുന്നതിന് ചെറിയൊരു ഹീറ്റ് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് മൂടിയിടുന്നത്.